വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മാത്രം ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം ഇന്ന്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടേസ്റ്റ് ബഡ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മുതിർന്നവരേക്കാൾ കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, മുട്ട, പഞ്ചസാര, വാനില എസൻസ്, ബട്ടർ, വിപ്പിംഗ് ക്രീം, പിന്നെ ഓറിയോ ബിസ്ക്കറ്റ്സ്. ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കിയതുപോലെ തന്നെയാണ്. അതിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നത് കൊക്കോ പൗഡർ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ കാണുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കണ്ടാൽ മാത്രം പോരാ, ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് കമൻറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ആദ്യമായിട്ട് നമുക്ക് മൈദ എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് കൊക്കോ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, അതിനുശേഷം 1 സ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും ആഡ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മിക്സ് ചെയ്തത് വിസ്ക് ഉപയോഗിച്ചായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ സ്പാച്ചുല കൊണ്ടാണ് വിസ്ക് ചെയ്യുന്നത്. നന്നായിട്ട് ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പം നമ്മുടെ മാവും പൗഡറും കൊക്കോ പൗഡറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. ഒരു തവണയല്ല, നമ്മൾ 3 തവണ ഇവിടെ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് ഇവിടെ അരിച്ച് വച്ചിരിക്കുകയാണ്. ഇനി ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ മാത്രം വിസ്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ടയിൽ നന്നായിട്ട് ബബിൾസ് എല്ലാം വന്ന് തുടങ്ങണം. അപ്പോൾ ഈ ബബിൾസ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. എത്ര മൈദ എടുത്തോ അത്രയും പഞ്ചസാര തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. 1.5 കപ്പ് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ആ പഞ്ചസാര മുഴുവനായിട്ട് മുട്ടയുമായിട്ട് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് അത്രയും നന്നായിട്ട് ബീറ്റ് ചെയ്യാം. പഞ്ചസാര ഏകദേശം നന്നായിട്ട് മുട്ടയിൽ അലിഞ്ഞിട്ടുണ്ട്. ബബിൾസ് എല്ലാം വന്നത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടയുടെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആവും. നമ്മൾ ഓൾറെഡി ഇത്രയും 5 മുട്ട എടുത്തിട്ടുള്ളതുകൊണ്ട് എന്തായാലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ബട്ടറും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഫ്ലേവറും ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും.
അല്പാൽപ്പമായിട്ട് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം. മാവ് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. നമുക്കിത് സ്പാച്ചുല കൊണ്ട്, ഈ ഒരു സ്പാച്ചുല കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം. കഴിഞ്ഞ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിസ്ക് ഉപയോഗിച്ചാണ് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തത്. ഇവിടെ നമ്മൾ സ്പാച്ചുലയാണ് ഉപയോഗിക്കുന്നത്. സ്പാച്ചുല ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരൊറ്റ ഡയറക്ഷനിലോട്ട് മാത്രമേ നമ്മൾ സ്പാച്ചുല ഉപയോഗിക്കുന്നുള്ളൂ. മാത്രമല്ല നമ്മളിവിടെ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച ശേഷം ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ഇതിനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും മാവ് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ ഇത് കാണാൻ സാധിക്കുന്നുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ മാവ് മിക്സ് ആവുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ നമുക്ക് കുറേശ്ശെ ആയിട്ട് മുഴുവൻ മാവും ഈ മുട്ടയിൽ നമുക്ക് മിക്സ് ആക്കി എടുക്കാൻ പറ്റും. റെഡി ആയിട്ടുണ്ട്. മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ നന്നായിട്ട് ചെറിയ രീതിയിലൊന്ന് എണ്ണ തടവിയിട്ടുണ്ട്. മാവൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമേ തടവിയിട്ടുള്ളൂ, ഒരുപാടൊന്നും ആവശ്യമില്ല. നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് തട്ടിക്കൊടുക്കാം. അതിലുള്ള ബബിൾസ് എല്ലാം പൊട്ടിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തട്ടിയത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോസിൽ വെയിറ്റ് ഇടാതെയാണ് കുക്ക് ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിമിലോട്ട് വെക്കുകയല്ല ചെയ്യുന്നത്. ഒരു തട്ടോ പാത്രമോ എന്തെങ്കിലും വച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പാനോ ഒക്കെ വെച്ചിട്ട് അതിലാണ് നമ്മൾ ഈ കുക്കർ എടുത്ത് വയ്ക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ ഫ്ലെയിമിൽ എടുത്ത് വെക്കുകയല്ല ചെയ്യുന്നത്. അരമണിക്കൂർ കഴിഞ്ഞു. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് ഒരു വുഡൻ സ്റ്റിക്ക് കൊണ്ട് നമുക്കിത് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റിക്കിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള, അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട്. അടിഭാഗമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ക്രിസ്പി ആയി പോയിട്ടില്ല.
നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നല്ലൊരു ഫിനിഷിങ്ങും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ 3 ലെയറാക്കി മാറ്റാം. ഞാനിവിടെ 3 ലെയറായിട്ട് നമ്മുടെ കേക്കിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ലെയറിലും നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഷുഗർ സിറപ്പ് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ട് ഓരോ ലെയറിലും നമുക്ക് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ തന്നെ ഞാനിവിടെ വിപ്പിംഗ് ക്രീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ഞാൻ ഈ ഓരോ ലെയറിലും ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് തൊട്ട് മീതെയായിട്ട് ക്രീം കൊണ്ട് കവർ ചെയ്യാണ്. വിപ്പിംഗ് ക്രീം ഇപ്പോൾ നമുക്ക് എല്ലാ ബേക്കേഴ്സിലും ഒക്കെ നമുക്ക് കിട്ടും, അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടും. ഇത് വാങ്ങി നമ്മൾ ക്രീം ഉണ്ടാക്കി എടുക്കുന്നതാണ് കുറച്ച് കുറച്ച് ടഫാണ് ആ ഒരു കാര്യം. മാത്രമല്ല നമ്മൾ എല്ലാ കണ്ടീഷൻസിലും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ആദ്യം ഒന്ന് ചെറിയൊരു പാടായിട്ട് തോന്നും. പക്ഷെ ഒരു തവണ നമുക്കതിൻ്റെ ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും അത് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലെയർ ക്രീമിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ആ ലെയറിനെയും ഷുഗർ സിറപ്പ് കൊണ്ട് കവർ ചെയ്യാം. അതിന് മുകളിലായിട്ട് നമ്മൾ ക്രീം തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. മൂന്നാമത്തെ ലെയർ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേക്ക് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്ന്. അത് ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഷുഗർ സിറപ്പ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട്. ഇപ്പം ഞാൻ ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സിൽ, നമ്മുടെ കേക്കിൻ്റെ സൈഡ്സിലാണ് ക്രീം വെക്കേണ്ടത്. അതിനായിട്ട് കേക്കിനൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിൽ ഞാനൊരു പാത്രം എടുത്ത് വച്ചിട്ടുണ്ട്. പാത്രം വച്ചിട്ട് അപ്പോൾ എനിക്ക് നന്നായിട്ട് ആ ബോർഡിനെ ഒന്ന് കറക്കാൻ പറ്റും. ഇനി നമുക്ക് സൈഡിൽ ഈ കേക്കിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ക്രീം വെച്ച് കവർ ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച ഓറിയോ ബിസ്ക്കറ്റ്സിൻ്റെ ആ ഒരു പൊടി കൊണ്ട് നമുക്ക് നമ്മുടെ കേക്കിനെ ഒന്ന് കവർ ചെയ്യാം. ഞാനിവിടെ മുകൾ ഭാഗത്തും സൈഡിലുമാണ് ബിസ്ക്കറ്റ് കൊണ്ട് കവർ ചെയ്യുന്നത്. ആ ബിസ്ക്കറ്റിൻ്റെ തന്നെ അകത്തുള്ള ക്രീം വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമ്മുടെ കേക്കിനെ ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. വളരെ സ്പോഞ്ചിയാണ്. ഇപ്പോൾ വളരെ സ്പോഞ്ചി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.